ഒരു ഐപാഡ് ആയിരിക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഇപ്പം ഐപാഡ് എടുക്കാൻ വേണ്ടി പോണേ. ഇതാണ് ഞാൻ മേടിക്കാൻ പോകുന്ന ഐപാഡ്. ഡ്രോയിങ് ചെയ്ത ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നെന്താ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ, ഞാൻ പറയണത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എൻ്റെ മൈക്ക് അടിച്ചു പോയി, അതിൻ്റെ സുനാപ്പിയൊക്കെ നിലത്ത് വീണ് താഴത്തെ തരിപ്പണായിപ്പോയി. ഓക്കെ, അപ്പം ഞാൻ പറയാം. ഇന്ന് എന്താ ഈ വീഡിയോ ആയിട്ട് വന്നേക്കണമെന്ന് വെച്ചാൽ, ജൂലൈ 4-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. അടുത്ത ആഴ്ച ശനിയാഴ്ചയാണ് എൻ്റെ ബർത്ത്ഡേ വന്നത്. എനിക്ക് വേണ്ടി തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ട്. ഞാൻ അതിൻ്റെ കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷനായിട്ടിരിക്കണേണ്. വാങ്ങണോ വേണ്ടേ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണേ. ഞാൻ എല്ലാവരുടെയും അടുത്ത് പോയി 2 വിരലും കാണിച്ചിട്ട് തൊടുന്ന് പറഞ്ഞിട്ട് നടക്കണേ. അതിൻ്റെ കൂടെ തന്നെ എന്താ ചില്ലറ എടുത്ത് ഈ ചില്ലറ ഇതെടുത്ത് മേടിക്കണ്ട ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നടക്കണേ. എനിക്ക് തലക്ക് വെട്ടായെന്ന് തോന്നണം. ഇപ്പം ഞാൻ ഫാസ്റ്റ് സംസാരിക്കും. എനിക്ക് എന്തോ ഇളകിയിരിക്കും. അതിൻ്റെ എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഒരു അത്യാവശ്യം നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിച്ച് കൊടുക്കണം എന്നുണ്ട് എനിക്ക് തന്നെ. ഓക്കെ, അപ്പോൾ അത് ഒരു ഐപാഡ് ആയിരിക്കണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ ശരി പറഞ്ഞായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് അത് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് മേടിക്കണോ വേണ്ടതെന്ന് ഭയങ്കര കൺഫ്യൂഷനായിട്ടിരിക്കണേ. അപ്പോൾ എനിക്കത് വാങ്ങണം എന്നുണ്ട്. ഐപാഡ് വാങ്ങണം എന്നുണ്ട്. ഞാനത് വാങ്ങണം വേണ്ടതെന്ന് ഭയങ്കര കൺഫ്യൂഷനായിട്ട് ഇങ്ങനെ ഇരിക്കുക. കിളിയൊക്കെ ഇങ്ങനെ പാറി നടപ്പുണ്ട് എൻ്റെ ചുറ്റിന്. എനിക്ക് വാങ്ങണമെങ്കിൽ ഞാൻ ഇന്ന് തന്നെ എടുക്കും. എനിക്ക് പിന്നെ ഒരു കൺഫ്യൂഷൻ, റെഡി ക്യാഷിന് എടുക്കണം അല്ലെങ്കിൽ EMI ഇട്ട് എടുക്കണമെന്ന്. പാടിച്ച് പറഞ്ഞത് എന്നോട് EMI എടുക്കണ്ട, റെഡി ക്യാഷ് എടുക്കുക, കാശ് കയ്യിലുണ്ടല്ലോ. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഞാൻ റെഡി ക്യാഷിന് എടുത്താൽ അത്രയും പൈസ പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് പോകത്തില്ല. അതാണ് ഒരു ശോകം പോലെ തോന്നണം. പിന്നെ ഞാനോർത്ത് റെഡി ക്യാഷിന് എടുത്തിട്ട് മാസം എന്തായാലും അവിടെ 1500 കൊടുക്കണമല്ലോ. അതെടുത്ത് ഈ കുടുക്കയിലായിട്ട് ഇട്ടെന്നാൽ ആ ഒരു സമയമാകുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിനകത്ത് ആ പൈസയും കൂടെ സെറ്റ് ആവല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിലിട്ടില്ലെങ്കിൽ ഇവർ ചീത്ത വിളിക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പല രീതിയിൽ എൻ്റെ ചിന്തകൾ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കണേ. ചിലപ്പോൾ ഞാൻ ഇന്ന് പോയി ഒരു ഐപാഡ് എടുക്കും. എന്നിട്ട് എൻ്റെ ജൂലൈ 4-ാം തീയതി എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ എനിക്ക് തന്നെ ഗിഫ്റ്റായിട്ട് അത് കൊടുക്കും. ചിലപ്പോൾ അതൊന്നും ഉണ്ടാകത്തില്ല. ഞാൻ കേക്ക് മുറിച്ച് വീട്ടിലിരിക്കും. അതായിരിക്കും ചിലപ്പോൾ നടക്കാൻ പോണത്. ഐപാഡ് എടുക്കുവാണെങ്കിൽ ഈ വീഡിയോ പാർട്ട് 1 ആയിട്ട് ഇടും. ഐപാഡ് എടുത്തില്ലെങ്കിൽ ഒറ്റ വീഡിയോ എൻ്റെ ബർത്ത്ഡേക്ക് അത് ഇതായിരിക്കും. അത് ചിലപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറയണ പോലെ ആയിരിക്കും. പിന്നെ ഞാൻ ഓർക്കണതിൽ ഞാനൊരു മനുഷ്യനെ എനിക്ക് ഐപാഡ് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞു കൂവി നിർബന്ധിക്കണമൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ വാങ്ങിയിട്ടുള്ള എല്ലാം ഞാൻ തന്നെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസക്കാണ്. പക്ഷേ ഞാൻ അത് മേടിക്കുന്ന മുമ്പായിട്ട് എൻ്റെ അച്ഛനോട് ഞാൻ ചോദിക്കും, മേടിച്ചോട്ടെ. പക്ഷെ അച്ഛൻ മേടിച്ചെന്ന് പറയും. കാരണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കണമെന്നല്ലേ, അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനും കൂടി അത് യൂസ് ചെയ്യേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ സമ്മതിക്കും. എന്നാലേ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛനോട് പറഞ്ഞത്, നിനക്കത് കൊണ്ട് നല്ലതുണ്ട് എന്നുണ്ടെങ്കിൽ നീ വാങ്ങിച്ചോ, അല്ലാണ്ട് നീ ഇപ്പം ഇങ്ങനെയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അതാണ് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത്. എനിക്ക് ഭയങ്കര നല്ലതില്ലെങ്കിലും എനിക്കത് വാങ്ങാൻ നല്ല ആഗ്രഹമുണ്ട്. സത്യമായിട്ടും എനിക്ക് നല്ല ആഗ്രഹം. ഈ ഐപാഡ് മാക്ബുക്കൊക്കെ വാങ്ങാനുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങാനൊന്നും നടക്കത്തില്ല. ഞാൻ അത്ര വലിയ പൈസക്കാരിയൊന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഐപാഡ് വാങ്ങും. ഓക്കെ, ഇതാണ് ചിലപ്പോൾ ഇന്നത്തെ വീഡിയോ, അല്ലെങ്കിൽ ഇത് എൻ്റെ ബർത്ത്ഡേ വീഡിയോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഗായ്സ്, ഞങ്ങള് ഇപ്പം ഐപാഡ് എടുക്കാൻ വേണ്ടി പോണേ. എൻ്റെ PC ഒന്ന് കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ ഇവിടെ ഷോപ്പിൽ കൊടുത്തു. ഇപ്പം അവരുടെ ഇവിടെ എന്താണ് അടിച്ചു എന്ന് പറഞ്ഞത് ഓണാക്കിയിട്ട്. ഗായ്സ്, ഞാൻ പറയണത് കേൾക്കാൻ പറ്റണ്ടെന്ന് അറിയാൻ പാടില്ല. മൈക്കില്ല. എൻ്റെ മൈക്കും കംപ്ലൈൻ്റ് ആയി ഗായ്സ്. എൻ്റെ എല്ലാ സാധനവും കംപ്ലൈൻ്റ് ആയി. ഞാനിപ്പോൾ പുതിയ ഐപാഡ് മേടിക്കാം. എന്തെങ്കിലും എടുക്കാൻ മറന്നാ നമ്മൾ? പൈസ എടുത്തോ? ഇതാണ് ഞാൻ മേടിക്കാൻ പോകുന്നത്. ഇതാണ് എൻ്റെ പുതിയ ഐപാഡ്. മേടിച്ചിട്ടില്ല, മേടിക്കാൻ പോണതേ ഉള്ളൂ.
കൊള്ളാൻ മേടിച്ചേ കൊറേ ഐഫോണൊക്കെ എന്താണ് വൈഫൈ മാത്രമേ എവിടെ വൈഫൈ ഒക്കെ ഉള്ള ടാബാണെന്നാ പറഞ്ഞത്. പറയാനുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട് എടുക്കുന്നു. രണ്ടാമത്തെ ഫോണ് മറ്റേ അവിടെ നല്ല എടുക്കും. അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ പൊക്കിയാൽ മതി. ഓക്കെ അല്ലേ? വാവ് അത് ഇവിടെയാണ് കവർ. അപ്പൊ ഗായ്സ് ഞാൻ സാധനം വാങ്ങി വീട്ടിലെത്തി. ഞാൻ കാണിച്ചു തരാം സാധനം. സത്യം പറയാൻ അവിടെ വെച്ച് തന്നെ ഞങ്ങൾ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാക്ക് ചെയ്ത് തിരിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങളൊന്നും കൂടി കാണിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഞാൻ വാങ്ങിയ കടയിലെ ചേട്ടന്മാർ ഞാൻ വാങ്ങി തിരിച്ച് വന്നപ്പോൾ തന്നെ കണ്ടൊക്കെ അവർ റീലിട്ട് എല്ലാവരും അറിഞ്ഞു. ഞാനൊരു മനുഷ്യനെ അറിയിക്കാണ്ടിരുന്നതാണ്. പക്ഷേ ആ വീഡിയോ കണ്ട് എല്ലാവരും അറിഞ്ഞു. പിന്നെ ഞാനോർത്ത് ഇനി അങ്ങനെയൊന്നും കാണിക്കണ്ട, എന്തിനാ വെറുതെ പ്രഹസനം എന്നോർത്തിട്ട് ഞാൻ അത് അതുപോലെ തന്നെ വീട്ടിലോട്ട് കൊണ്ടുപോയി ചെന്നിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. എനിക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള നെയിലൊക്കെ ഒടിച്ച് ഇങ്ങനെ സൗണ്ടൊക്കെ കേൾപ്പിച്ച് വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ അങ്ങനത്തെ വീഡിയോ എന്തായാലും എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വാങ്ങിയത് എനിക്ക് സന്തോഷപ്പെട്ട് വയ്യ. ഞാൻ സത്യമായിട്ട് പറയാലോ, എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണേ, ഞാൻ ഭയങ്കര സന്തോഷമായിട്ടിരിക്കണേ. ഇത് എനിക്ക് ജീവിതത്തിൽ വാങ്ങാൻ പറ്റുമെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഓർത്തിട്ടില്ല. പണ്ടൊക്കെ ഈ ടാബൊക്കെ ആരുടെയും കയ്യിലിരിക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കുമായിരുന്നു. ഇത് അതിനെന്തോ എനിക്കറിയത്തില്ല എത്ര രൂപയാണ്, എന്നാലും ഞാൻ നോക്കിയിട്ടില്ല. ഇതൊക്കെ എന്തെങ്കിലും വാങ്ങാൻ പറ്റുമോ ആ ഒരു മൈൻഡിലിരുന്ന് ഞാൻ സ്വന്തമായിട്ട് ഐപാഡ് വാങ്ങി. അയ്യോ, എനിക്കിതെങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയത്തില്ല. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഒരു കളറാണ് കേട്ടോ വാങ്ങിയത്, സിൽവർ കളർ. പല്ലി കമ്പ്യൂട്ടർ കഴിഞ്ഞിട്ട് എനിക്ക് പലതും എൻ്റെ വായിൽ വരാറില്ല ഗൈസ്, വേറെ ഒന്നും കൊണ്ടല്ല. അങ്ങനെ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ ഒരു ഐപാഡ് വാങ്ങി. അതും എൻ്റെ 22ാമത്തെ ബർത്ത്ഡേക്ക് എനിക്ക് തന്നെ ഞാൻ ഗിഫ്റ്റായിട്ട് വാങ്ങിയേക്കണം. എനിക്ക് വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്തോരുണ്ടെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഇത് ആരെങ്കിലും വാങ്ങി തന്നതിനേക്കാളും എനിക്ക് സന്തോഷം ഞാൻ തന്നെ എനിക്ക് വേണ്ടി ഞാൻ ഗിഫ്റ്റായിട്ട് വാങ്ങിയപ്പോഴാണ്, സത്യമായിട്ട് പറയാലോ. പക്ഷെ ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങണമെങ്കിൽ അതിന് മുമ്പ് ഞാൻ എൻ്റെ അച്ഛനോടും ആഡിക്സിനോടും ഒക്കെ ഞാൻ ചോദിക്കും, ഇത് ഞാൻ വാങ്ങട്ടെ വാങ്ങിച്ചോട്ടെ എന്ന് ഞാൻ ചോദിക്കും. അത് വേറെ ഒന്നും കൊണ്ടല്ല, എന്നെ അവർ കൺട്രോൾ ചെയ്യണമെന്നല്ല, എന്നാലും എൻ്റെ പൈസ ഇങ്ങനെ ഞാനായിട്ട് നശിപ്പിക്കുകയല്ലേ എല്ലാവരോടും കൂടി ഒന്ന് ചോദിച്ചിട്ട് ചെയ്യണമല്ലേ എന്നുള്ളൊരു മൈൻഡിന് വേണ്ടി. അങ്ങനെ ഞാൻ എൻ്റെ ഐപാഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എൻ്റെ റൂം ഒന്ന് സെറ്റാക്കി. നിങ്ങൾ നോക്കി എൻ്റെ റൂം ഇപ്പോൾ ഭംഗിയായെന്ന് പറയണേ. ഞാൻ ഇവിടെ കിടന്നിട്ടുണ്ടായിരുന്ന ടേബിളും കാര്യങ്ങളൊക്കെ ഇപ്പുറത്തോട്ടും അവിടെ കിടന്നതിൻ്റെ മിഷീനെടുത്ത് ഇവിടെ വിട്ട്, എന്നിട്ട് ഇവിടെ ഇച്ചിരി ലൈറ്റൊക്കെ കൊടുത്തു. ഇനി ഇച്ചിരി കൂടി പരിപാടിയുണ്ട്. അതിനുവേണ്ടി ഞാൻ കുറച്ച് എൻ്റെ ഡ്രീം എങ്ങനത്തെയൊക്കെയാണോ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഞാൻ ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിനി വെട്ടി ഇവിടെയൊക്കെ ഇച്ചിരി ഒട്ടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൂമൊന്ന് സെറ്റാക്കാനുണ്ട്. അത് പിന്നത്തേക്കാം.
എൻ്റെ ഐപാഡ് ഞാൻ കാണിച്ചു. കവർ എനിക്ക് അവിടെ നിന്ന് അഴിച്ച് തന്നിട്ടുണ്ടെങ്കിൽ കവർ ഞാൻ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, എനിക്ക് ഈ ഒരു കുട്ടിപ്പനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അതിനെ എടുത്തൊട്ടിച്ചു. ഈ ഒരു കളറിൽ ഇതിൻ്റെ എന്തെങ്കിലും ബുക്ക് കാര്യങ്ങളൊക്കെ കിട്ടിയാൽ ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് വാങ്ങാറുണ്ട്. അതുകൊണ്ട് ഇതിനെ ഞാൻ ഇവിടെ ഒട്ടിച്ചു. ഞാൻ ഇത് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി. ഞാൻ ഇത് കയ്യിൽ നിന്ന് നിരത്തി വെച്ചിട്ടില്ല, സത്യം പറയാലോ. ഇത് ഉപയോഗിച്ച് ഇങ്ങനെ നടക്കണം. ഇതിൽ ഞാനിപ്പോൾ ഫോട്ടോസ് എഡിറ്റ് ചെയ്യും, വീഡിയോ എഡിറ്റ് ചെയ്യും, ഇപ്പം എന്താ പറയുക, ഡ്രോയിങ് ചെയ്യും. ഞാൻ ഡ്രോയിങ് ചെയ്ത ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. കാണുന്നില്ല, ഇത് കണ്ടില്ലേ? ഇത് ഞാൻ വരച്ചതാ. ഞാനിപ്പോ ഇതില് വരക്കാൻ ഞാനിപ്പോ ഇതിലൊന്ന് വെക്കിയപ്പോ തന്നെ അത് ഇതായി, ലേറ്റ് ഒന്ന് ടബടപടാന്നായിട്ടുണ്ട്. കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇതിലിങ്ങനെ ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കറിയത്തില്ല ഗൈസ്, ഇതിങ്ങനെ പറയണമെന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഗൈസ്, ഞാൻ സത്യം പറഞ്ഞാല് ഇത് വാങ്ങിയിട്ടില്ലേ, എനിക്കിതിൽ മനസ്സിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കടന്ന് ഓടുന്നുണ്ട്. സത്യം പറയാലോ, എനിക്ക് അറിയത്തില്ല പണ്ട് നടന്നിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ. ഞാൻ ഇപ്പോഴും മിക്കവരോടും എന്നോട് പറയണം, നീ എന്തിനാ ഇപ്പോഴും നീ ഇത്ര ആയിട്ടും പണ്ടത്തെ കാര്യമൊക്കെ ഓർക്കണമെന്നാണ്. പക്ഷെ ഞാനതെന്തോ ഓർക്കണമെന്ന് വെച്ചാലേ, ഞാൻ അത്രയും കഷ്ടപ്പെട്ട് നല്ല രീതിക്ക് തന്നെ കുറേ കാര്യങ്ങളിൽ ഇതായിട്ട് തന്നെ ഞാൻ ഇവിടം വരെ എത്തിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ പണ്ട് നടന്ന പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് അത് കേൾക്കുമ്പോൾ ഒരു ചെറിയ സ്റ്റോറി ആയിട്ട് തോന്നുമെങ്കിൽ അത് എനിക്ക് ഒട്ടും മറക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. ചിലതൊക്കെ ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് ശരിക്കും നെഞ്ചിങ്ങനെയാണെന്ന് പടപെടാതെ ഇരിക്കാറുണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഇപ്പം ഇതൊക്കെ ഓർക്കുമ്പോൾ സത്യം ചില നേരം ഞാൻ ഓർക്ക് സ്വപ്നമാണായി നടക്കണത്. ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് വാങ്ങാൻ പറ്റിയത് എന്ന് ഓർക്കാറുണ്ട്. പണ്ട് ഇപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. ഞാൻ ആ ഒരു എനിക്ക് ഞാൻ ഈ ഒരു കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണത് ആ കൊറോണ ടൈമിനായിരുന്നു. എന്ന് പറഞ്ഞാൽ വീഡിയോസ് ഇട്ട് തുടങ്ങിയത് അപ്പോഴൊന്നുമല്ല. ഞാൻ അന്നൊക്കെ സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. +2 ആയിരുന്നു ആ ടൈമിന്. എനിക്ക് വീഡിയോസ് ഞാൻ യൂട്യൂബിൽ ഡ്രോയിങ്ങിൻ്റെ വീഡിയോസ് ഇടുമായിരുന്നു. എൻ്റെ കയ്യിൽ അന്ന് നല്ലൊരു ഫോൺ ഉണ്ടായില്ല. അച്ഛൻ്റെ ഫോണൊക്കെ വാങ്ങിയിട്ടാണോ, അച്ഛൻ്റെ ഫോണോ അങ്ങനെ എന്തോ വാങ്ങിയിട്ടായിരുന്നു ഞാൻ ആ ടൈമിന് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് ആ ഒരു ടൈം ആയപ്പോഴത്തേനും ഒരു ഫോൺ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ ഇത്ര രൂപയുടെ വലിയ ഫോൺ വേണമെന്ന് അങ്ങനത്തെ ഒരു ആഗ്രഹം എനിക്ക് പണ്ട് തൊട്ടും ഇല്ല. എനിക്ക് ഇപ്പോഴും അങ്ങനെയൊന്നുമില്ല. ഇപ്പം എൻ്റെ പൈസ ഉണ്ട്, എൻ്റെ പൈസക്ക് ഞാൻ വാങ്ങണം, അങ്ങനത്തെ ഒരു മൈൻഡ് മാത്രമേ എനിക്കുള്ളൂ. അന്നപ്പോൾ എന്താ പറയേണ്ടത്, ഞാൻ ആ ഒരു ഫോൺ വാങ്ങാനായിട്ട് എനിക്ക് ഫോൺ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു എൻ്റെ അച്ഛൻ. അങ്ങനെ ഞാനും അച്ഛനും കൂടിയിട്ട് കടയിൽ പോയി. അപ്പം എന്നോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 15-ൻ്റെ ഫോണെങ്കിലും എടുക്കണം, അല്ലാണ്ട് നീ ഫോൺ എടുത്തിട്ട് ഒരു കാര്യമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ സത്യം പറഞ്ഞ എൻ്റെ അച്ഛനും എന്നോട് ഇത്രയും പൈസ ഉള്ള കേട്ടാ, നീ അത് നോക്കി എടുക്കുന്ന പറഞ്ഞിട്ട് 7000 രൂപയുടെ ഫോണ് 10-നുള്ളിലായിട്ടുള്ള ഫോൺ എടുക്കാൻ വേണ്ടി പോയി. അവിടെ നിന്ന് ഒരു 7000 രൂപയ്ക്ക് ഒരു ഫോൺ കിട്ടി. അതും വാങ്ങി. എനിക്ക് അപ്പം ഇച്ചിരി ഒരു ഷോക്ക് ഉണ്ടായി. വീട്ടിൽ വന്നിട്ട് എല്ലാവരും ഇതായിരിക്കും, പക്ഷേ വീട്ടിൽ എത്തിയപ്പോൾ എനിക്കൊരു ഫോൺ കിട്ടി. വീഡിയോസും അത്യാവശ്യം കുഴപ്പമില്ലാതെ എടുക്കാൻ പറ്റുന്ന ഒരു ഫോൺ കിട്ടിയെന്നുള്ള സന്തോഷത്തിൽ ഞാൻ എല്ലാവരും കൊണ്ട് കാണിച്ച് എല്ലാവരും ഒന്ന് കളിയാക്കി തിരിച്ചു കിട്ടു. സന്തോഷമായി. ഞാൻ തിരിച്ചു വന്നു. ചാത്ത ഫോണായിന്ന്, ഇത് ഈ ഒരു ബ്രാൻഡേ കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറേ കളിയാക്കി. ഞാൻ അപ്പോഴൊക്കെ എനിക്ക് ശരിക്കും വിഷമമായിട്ട് ഞാൻ ആ കടയിൽ തിരിച്ചു പോയി ചെന്നിട്ട് എനിക്കിത് മാറ്റിയിട്ട് വേറെ ഫോൺ തരുവാന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ചേട്ടൻ ഇല്ലടാ ഇതിന് നല്ല ക്യാമറയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പണ്ട് തൊട്ടേ ഫോൺ എടുക്കുന്ന കടയിൽ തന്നെയായിട്ട് ഇപ്പോഴും ഞാൻ എൻ്റെ ഐഫോൺ എടുത്തതും ഇപ്പോൾ ഈ ഐപാഡ് എടുത്തതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായി. പിന്നെ മിക്കടുത്ത് എൻ്റെ ഫോണിൽ ഞങ്ങൾ എല്ലാവരും കൂടിയൊക്കെ ഫോട്ടോ എടുക്കുമ്പോഴാണെങ്കിൽ എന്നോട് പറയും, എടി ഈ ഫോണിൽ എടുക്കണ്ട, നമുക്ക് വെള്ളയിൽ എടുക്കുക, ഇവളുടെ നല്ല ഫോണാണ്, നല്ല കൂടിയ ഫോണാണ്, നിൻ്റെ കയ്യിൽ എടുക്കണ്ട എന്നൊക്കെ പറയാറുണ്ട്. അതുമാത്രമല്ല, ഞാനൊരു കാര്യം പറയാം, എനിക്ക് ഫോൺ വാങ്ങി തന്നെങ്കിലും എൻ്റെ ഫോണിനൊരു കവർ വാങ്ങാനുണ്ട് ഉള്ള പൈസ അച്ഛൻ്റെ കയ്യിൽ ഉണ്ടായില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഫോണിൽ കവർ ഇല്ലാണ്ട് കൊണ്ടുവരുന്ന നിലത്തുള്ള പൊട്ടുമെന്ന് പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, എൻ്റെ കൂട്ടുകാരത്തെ എടുത്ത് പോയിട്ട് അവളുടെ ഫോണിൻ്റെ വലിപ്പം എൻ്റെ ഫോണിൻ്റെ വലിപ്പം ഒരേതായിരുന്നു, ക്യാമറ ഉള്ള സ്ഥലം ഒരേ തന്നെയായിരുന്നു. ഞാൻ അവളുടെ കയ്യിൽ നിന്ന് അവൾ യൂസ് ചെയ്യാത്തൊരു ഫോണിൻ്റെ കവർ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അവളുടെ സൈഡിലായിരുന്നു ഫിംഗർ ഉണ്ടായിരുന്നു, എൻ്റെത് ഈ ഒരു ഇവിടെ ഇട്ട് ആ ഫിംഗർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫിംഗർ തൊടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ആ കവർ എടുത്തിട്ട് ആ ഫിംഗറിൻ്റെ അവിടെ ആയിട്ട് റൗണ്ടിൽ വെട്ടിയിട്ട് കത്തി കൊണ്ട് മുറിച്ച് ഫിംഗറിൻ്റെ ഇതാക്കി. എന്നിട്ട് ആ കവറും ഫോണായിട്ട് ഞാൻ ഒരു പ്രാവശ്യം ലുലു പോയി. എൻ്റെ കുറച്ച് കൂട്ടുകാരായിട്ട് പോയപ്പോൾ അവിടെ വെച്ചിട്ട് ഫോണ് തിരിച്ചു വെക്കാണേനും മറന്നു പോയിട്ട് ഞാൻ അത് അത് വെച്ചപ്പോൾ ആ കത്തിക്ക് മുറിച്ച് ആ ഫിംഗർ വെക്കാൻ വേണ്ടി ഞാൻ ചെയ്തത് അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ട് ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഫിംഗർ വെക്കാൻ വേണ്ടി ഞാൻ മുറിച്ചതാന്ന് പറഞ്ഞത്. എല്ലാവരും കൂടി മുട്ടൻ ചിരി.
ഞാനിപ്പോൾ ഓർക്കണം, അന്ന് ഞാനും അവരുടെ കൂടെ ചിരിച്ചു. പക്ഷേ എനിക്കത് ശരിക്കും വിഷമമായി, നല്ല രീതിക്ക് എനിക്ക് സങ്കടമായിരുന്നു അന്ന്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ ഫോണ് ഒരു പ്രാവശ്യം ഞാൻ ആ ഫോണും കൊണ്ട് ഇങ്ങനെ നടന്നു വന്നിട്ടിരുന്നപ്പോഴത്തേനും ഞങ്ങൾ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തേൻ്റെ കൂട്ടുകാരത്തിൻ്റെ വീട്ടിലുണ്ട്. അവളുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഡാൻസ് കളിക്കണമായിരുന്നു പാട്ടിൽ. അപ്പോൾ ആ പാട്ടിൽ ഡാൻസ് കളിച്ച് ആ ഡാൻസിൽ തന്നെ ഞാൻ പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങിയത് വന്നപ്പോഴത്തേനും ഫോൺ നിലത്തോട്ട് വീണ്, എൻ്റെ കയ്യിൽ നിന്ന് താഴത്തോട്ട് വീണ് ഫോൺ പൊട്ടി. ആ ഒരു പൊട്ടലിൻ്റെ വീഡിയോ ഞാൻ മിക്കതിലും കാണിച്ചിട്ടുണ്ട്. ആ പൊട്ടിയത് 2 വർഷം എന്തോ ഫാഷൻ ഡിസൈനിങ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ യൂട്യൂബും ഇൻസ്റ്റയിലൊക്കെ അത്യാവശ്യം ആയി കഴിഞ്ഞ് പുതിയ ഫോൺ വാങ്ങണ വരെ ആ ഒരു പൊട്ടലും കൊണ്ടാണ് ഞാൻ നടന്നിട്ടുണ്ടായിരുന്നു. ആ ഫോൺ അങ്ങനെ പൊട്ടി. ഞാൻ ടെൻഷനായി. എനിക്ക് മുമ്പൊരു ഐറ്റനിലൊരു ഫോൺ ഉണ്ടായിരുന്നു 5000 രൂപ വാങ്ങിച്ച. ആ ഫോൺ ഇങ്ങനെ പൊട്ടിയിട്ടാണ് നശിച്ചിട്ടുണ്ടായിരുന്നു. ഇതും അങ്ങനെ നശിക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഞാനിട്ട് എല്ലാ ദിവസവും ദൈവത്തിന് വിളിക്കും. രാവിലെ സത്യമായിട്ടും പറയാല്ല, രാവിലെ എണീക്കുമ്പോൾ തന്നെ എൻ്റെ ഫോണൊന്നും പറ്റല്ലേ ഇങ്ങനെ പറഞ്ഞിട്ട് എണീക്കണം. കാരണം അത് എന്തെങ്കിലും പറ്റിയെന്ന് ഒരു 1000 രൂപ പോലും എന്തെങ്കിലും എടുക്കാനില്ല. അതുകൊണ്ട് തന്നെ അതിലൊന്നും പറ്റില്ലേ ഞാൻ പ്രാർത്ഥിച്ച് നടന്നു. എന്നിട്ട് ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ടേബിളിൽ വെച്ചിട്ട് ഞാൻ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നു. രാവിലെ ഫോൺ എടുക്കുമ്പോൾ ഫോണിൽ മൊത്തം വെള്ളവും നല്ല ചൂടും. ഇതെന്താ പറ്റിയതെന്ന് അറിയാണ്ട് അമ്മയുടെ ചോദിച്ചപ്പോൾ അമ്മയുടെ കൈ തട്ടി തിളച്ച പാല് ആ പൊട്ടി ഫോണിലോട്ട് വീണു. ഞാനോർത്ത് തീർന്നു, ഇനി ഒരാഴ്ച കഴിഞ്ഞ് ഫോണിൻ്റെ കാര്യം തീരുമാനമായിരുന്നു ഓർത്ത്. പക്ഷേ ആ ഫോൺ അത് കഴിഞ്ഞിട്ട് എന്തോ 1 വർഷം 2 വർഷം എന്തോ ഒരു കുഴപ്പമില്ലാണ്ട് നിന്ന്. എൻ്റെ ആ ഒരു പുതിയ ഫോൺ എടുക്കണ ടൈമല്ല, അത് കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലാഞ്ഞിട്ടും പിന്നെ അത്യാവശ്യം പൈസ സെറ്റാക്കിയല്ലാന്ന് ഓർത്ത് ആ ഫോൺ ഞാൻ കൊണ്ടുപോയി എന്താ ക്ലാസ്സും കാര്യങ്ങളൊക്കെ മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുവരെ നിന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് ദൈവം ചിലപ്പോൾ അത്ര നാളല്ലെങ്കിൽ അത്രയും പൊട്ടി നശിഞ്ഞ ഫോൺ അങ്ങനെ ചൂടുള്ള പാല് വീണ്ടും വരെ അങ്ങനെയൊക്കെ നിൽക്കും. അങ്ങനെയൊക്കെ കുറേ സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ആ ഫോണും കൊണ്ട് ഞാൻ ഇങ്ങനെ നടന്ന് എന്നിട്ട് അവസാനം എനിക്ക് ആഡിക്സാണ് ആ ഫോണിന് ഒരു ഫോൺ കവർ വാങ്ങി തന്നത്. അതുവരെ ഞാൻ ആ ഫോണുമായിട്ട് ആ കവറും മേടിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ പല പല കഥകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെ കുറേ ഉണ്ടായി. അതിൽ നിന്നൊക്കെ ശരിക്കും അന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്ന എടുക്കുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വരാറുണ്ട്. പക്ഷേ അത് ഞാൻ പുറത്ത് കാണിക്കുന്ന ആവശ്യമില്ല, എൻ്റെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി. അങ്ങനെയുള്ളതൊക്കെ സന്തോഷം കൊണ്ടുള്ള സങ്കടം, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം എനിക്ക് ഇതും കൂടി പറയണമെന്നുണ്ടായിരുന്നു. അത്രയും ഞാൻ